ഗൈസ്, വെൽക്കം ടു ചായ ഡിസൈൻസ്. എൻ്റെ പേര് സാൻഡ്ര. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഓൺലൈനായിട്ട് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. വേറൊന്നുമല്ല, ഒട്ടുമിക്ക ആൾക്കാർക്കും ഉള്ളൊരു സംശയമാണ് അതിലവർ കൊടുത്തേക്കുന്ന സൈസ് ചാർട്ടിൽ നമ്മളുടെ സൈസ് ഏതാണ് എന്നുള്ളൊരു ഡൗട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ആമസോൺ ആയാലും ഫ്ലിപ്കാർട്ട് ആയാലും മീഷോ ആയാലും അവർക്കൊക്കെ ഓരോ സൈസ് ചാർട്ട് ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ അതിൽ നിന്നാണ് ഓരോ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നത്. നമ്മുടെ ഏത് സൈസാണ്, സ്മോൾ ആണോ അല്ലെങ്കിൽ ലാർജ് ആണോ മീഡിയം ആണോ എക്സസ് ആണോ ഏതാണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ സെലക്ട് ചെയ്യാം എന്നുള്ള ഈസി ആയിട്ടുള്ള 2 ട്രിക്കുകളാണ് കേട്ടോ നമ്മളിന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു സൈസ് ചാർട്ട് എടുത്തിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിലും മീഷോയിലും ആമസോണിലൊക്കെ കാണുന്ന സൈസ് ചാർട്ടാണ്. അപ്പോൾ അത് നമ്മളിങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ഉള്ള മെഷർമെൻറ്റ്സ് ഉണ്ടല്ലോ, അതെവിടേക്കാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എൻ്റേതായ രീതിയിൽ ചെറിയൊരു ഫിഗറും കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് സൈസ് ചാർട്ടിൽ കൊടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈസ് ഉണ്ട്: എക്സസ്, സ്മോള്, മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ. അപ്പോൾ ഇത്രയും സൈസുകളാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. ഈ സൈസ് ചാർട്ട് ഞാൻ ആപ്പിൽ നിന്ന് തന്നെ കണ്ടിട്ട് നോക്കി എഴുതിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഇതിൽ നിന്ന് നമ്മളുടെ സൈസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലൊരു ടേപ്പ് വേണം. അപ്പോൾ നമ്മുടെ സൈസ് ഇപ്പോൾ ഞാനിവിടെ ഫിഗറിൽ കൊടുത്തേക്കുന്നത് പോലെ ചെസ്റ്റിൻ്റെ ഭാഗത്ത് വെച്ച് നിങ്ങളുടെ എത്രയാണെന്ന് നോക്കുക, സൈസ്, വേസ്റ്റ് നോക്കുക, ഹിപ്പ് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു അളവുകളൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും ചെറുതായിട്ടൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. എന്നാലിപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എക്സാക്റ്റ് വാല്യൂ എന്തായാലും ചിലപ്പോൾ ഇതിലുണ്ടാവണമെന്നില്ല. ഇപ്പോൾ ഇതിലുള്ള വാല്യൂ തന്നെ കറക്റ്റ് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. ചെറിയ ചെറിയ പോയിൻറ്റ്സ് അങ്ങോട്ടോ ഇങ്ങോട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ 1 ഇഞ്ച് കൂടുതലോ ഒക്കെ വന്നിട്ടുണ്ടാവുക. ഇതെല്ലാം ഇഞ്ചിലുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ ചെസ്റ്റ് സൈസും എല്ലാം എഴുതി വയ്ക്കുക എത്രയാണെന്നുള്ളത്. ഇപ്പോൾ ഒരു ഏകദേശം ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങൾക്കൊരു 38 പോയിൻ്റ് അല്ലെങ്കിൽ 39 പോയിൻ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ എടുക്കാം. 39 പോയിൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 40 വരുന്ന ആ ഒരു ലാർജ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. 40 വന്നിട്ടുള്ളത് ലാർജിലാണ് ബസ്റ്റ് സൈസ്. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ഞാനത് ടിക്ക് ചെയ്തിട്ടില്ലേ, അപ്പോൾ അതനുസരിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എടുക്കാം. ഇപ്പോൾ എല്ലാ സൈസ് ചാർട്ടിലും ബസ്റ്റും വേസ്റ്റും ഹിപ്പും ഉണ്ടാവണമെന്നില്ല. ചിലതിൽ ബസ്റ്റും വേസ്റ്റും ആയിരിക്കും, അല്ലെങ്കിൽ വേസ്റ്റും ഹിപ്പും ആയിരിക്കും, അല്ലെങ്കിൽ ബസ്റ്റും ഹിപ്പും ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ ഉള്ളത് നോക്കി മെഷർമെൻറ്റ് എഴുതിയിട്ട് അത് നിങ്ങൾ സൈസ് ചാർട്ടിൽ നോക്കുക. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ചുരിദാറൊക്കെയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഒരു സൈസ് കൂടുതൽ നിങ്ങൾക്ക് എടുക്കുക. അപ്പോൾ ചെറിയൊരു ലൂസ് കിട്ടും. ഇപ്പോൾ സാരി ബ്ലൗസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ഇപ്പോൾ ലാർജ് ആണെന്നുണ്ടെങ്കിൽ ലാർജ് തന്നെ എടുക്കാം. ഇനിയിപ്പോൾ ലൂസ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സൈസോ അല്ലെങ്കിൽ ഇച്ചിരി ഓവർ സൈസ്ഡ് ആണ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ എക്സൽ എടുക്കാം. മനസ്സിലായോ? നിങ്ങൾക്ക് ചിലപ്പോൾ കറക്റ്റ് ആ ഒരു സൈസ് നമ്മുടെ ബോക്സിൽ ഉണ്ടാവണമെന്നില്ല, എന്നാൽ അതിന് ഏകദേശം അടുത്ത് വരും. നമ്മൾ റൗണ്ട് ചെയ്തൊക്കെ എടുക്കുമല്ലോ, നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ. ഇപ്പോൾ ഒരു 0.5 ഒക്കെ വരുമ്പോൾ നമ്മളതിനെ റൗണ്ട് ചെയ്ത് ചിലപ്പോൾ ഒരു 1/2 ഇഞ്ച് കൂട്ടിയെടുക്കും അല്ലേ. അങ്ങനെ നമ്മൾ ചെയ്യാറില്ലേ. അതേപോലെ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആ വാല്യൂസ് എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡ്രസ്സ് നോക്കുന്ന സമയത്ത് ഇതേപോലെ കാൽക്കുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ മെഷർമെൻറ്റ് നോക്കിയെടുക്കണമെന്നില്ല ടേപ്പ് വെച്ചിട്ട്. മനസ്സിലായോ? നിങ്ങൾക്ക് ആ ഒരു വാല്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓർമ്മയിലുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് സൈസ് ചാർട്ടിൽ നിന്ന് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഏത് സൈസാണ് വേണ്ടതെന്നുള്ളത് നോക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കിപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 3 വാല്യൂസും ചിലപ്പോൾ സൈസ് ചാർട്ടിൽ ഉണ്ടാവണമെന്നില്ല. മിക്കവാറും ബസ്റ്റും വേസ്റ്റൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഉള്ളത് ഏതൊക്കെയാണെന്ന് നോക്കുക, ടേപ്പിന് അളന്ന് നോക്കുക. ടേപ്പിന് അളന്ന് നോക്കിയിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു വാല്യൂവിൻ്റെ അടുത്ത് വരുന്നത് ഇപ്പോൾ 35.5 ആണ് നിങ്ങൾക്ക് വന്നതെന്നുണ്ടെങ്കിൽ 36 എടുക്കുക. ചെറിയൊരു ഡിഫറൻസ് അല്ലേ വരുന്നുള്ളൂ. ഇപ്പോൾ സാരി ബ്ലൗസൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ടൈറ്റിലിരിക്കേണ്ടതാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് ആ കറക്റ്റ് സൈസ് തന്നെ നോക്കിയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ രണ്ടാമത്തെ മെത്തേഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ടേപ്പ് യൂസ് ചെയ്ത് ബോഡിയിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ളൊരു ഡ്രസ്സ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ നിന്നാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഏത് മെത്തേഡാണെങ്കിലും മെഷർമെൻറ്റ് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് എടുക്കുക. ലൂസും ടൈറ്റും വരാണ്ട് കറക്റ്റ് മെഷർമെൻറ്റ് എടുക്കുക കേട്ടോ. അപ്പോൾ അത്രയുള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ.